ഹലോ, ഹായ്. എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒന്നല്ല, ഈ ഫ്ലവർ കൊണ്ട് 3 മോഡൽസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബഞ്ച് ഫ്ലവർ എടുത്തിട്ടുണ്ട്, പോളൻസ് എടുത്തിട്ടുണ്ട്. പോളൻസ് ഒരു ബഞ്ച് ആവശ്യമില്ല കേട്ടോ, പകുതി മതിയാവും ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഫെൽറ്റ് ഷീറ്റോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബഞ്ച് ഫ്ലവർ നമുക്ക് ഇത് ഒരു ബഞ്ചിൽ 12 പീസാണ് വരുന്നത്. പക്ഷേ നമുക്ക് 6 പീസ് ഫ്ലവർ മതിയാകും. 6ഓ 7ഓ വെച്ച് നമുക്ക് ഇത് ചെയ്യാം. ഞാൻ കൂടുതലും 6 പീസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബഞ്ച് ഫ്ലവർ 6 നമുക്ക് സെപ്പറേറ്റ് ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ എടുത്തിട്ട് വേണമെങ്കിലും നമുക്കിത് ഓരോ പീസായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 6 ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പോളൻസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് 7000 ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും 7000 ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും 7000 ഫെവി ബോണ്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് ഉപയോഗിച്ച ഉടനെ നിങ്ങളിതൊന്ന് ഈ ഗ്ലൂ ഒന്ന് അടച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായിപ്പോവും. അതുപോലെ തന്നെ ഇത് നല്ല ഗ്ലൂ ആണ്, പെട്ടെന്ന് സ്റ്റിക്ക് ആവത്തില്ല. ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ, 5-10 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് നല്ലതായിട്ട് സെറ്റായി കിട്ടാൻ. അപ്പോൾ നമ്മൾ ഇത് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് ഇളവി പോരത്തില്ല. അങ്ങനെ നല്ല ഒരു ഗ്ലൂ ആണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ 7000 ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൽ കാണുന്ന പോലെ ക്യാൻവാസിൽ ആദ്യം ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ഫ്ലവറായിട്ട് എടുത്ത് നമുക്ക് അതിലും കൂടെ അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് അത് ഒട്ടത്തില്ല, ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരെണ്ണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെ ചെയ്യണമെന്ന്. നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരെണ്ണം ചെയ്ത് നോക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹെയർ ബോയും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ ഹെവി ആയിട്ടുള്ള ഒരു വർക്കും ഇല്ല, ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഓരോ ഫ്ലവർ വയ്ക്കുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ പൊസിഷൻ മനസ്സിലാവും, എവിടെ പോളൻസ് വയ്ക്കണം, എവിടെ ഫ്ലവർ വയ്ക്കണമെന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. ആദ്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാന്നെങ്കിൽ ഇതിൽ നോക്കി ഒന്ന് ചെയ്യുക. അതിനുശേഷം ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഓണത്തിന് ഇത് നന്നായിട്ട് സെയിലാവും കേട്ടോ. ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാളിന് മുൻപ് ഈ ഫോം ഫ്ലവർ വെച്ചിട്ട് തന്നെ ഒരു ഹെയർ ബോ ചെയ്തായിരുന്നു. ഒന്നല്ല, ഒരു 6 പീസ് ഞാൻ ചെയ്തായിരുന്നു. അത് ഇച്ചിരി ഹെവി ആയിട്ടാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു ബഞ്ച് ഫുള്ളും 12 ഫ്ലവറും ഒരു ബഞ്ച് പോളൻസും കൂടെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അത് നല്ല ഹെവി വർക്കായിട്ട് നല്ല ഭംഗിയായിട്ടിരുന്നു. അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു ഷോപ്പിലത്തേക്ക് വേണ്ടിയായിരുന്നു ചെയ്തത്. അപ്പോൾ ഷോപ്പിൽ 6 പീസും ഷോപ്പിൽ കൊടുത്തു. അപ്പോൾ വീണ്ടും എൻക്വയറീസ് വന്നു. അപ്പോൾ വീണ്ടും അത് ആൾക്കാർ ചോദിച്ച് ചെല്ലുന്നു എന്ന് ഷോപ്പിൽ നിന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കത് വീണ്ടും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അവർ ഓണത്തിന് മുന്നേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓണ സമയത്തൊക്കെ നന്നായിട്ട് മൂവിങ് ഉള്ള ഒരു ഹെയർ ബോ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ 12 ഫ്ലവർ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു 6 പീസ് വെച്ച് ഇപ്പം ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഹെവി വർക്കും സിമ്പിൾ വർക്കും ഇഷ്ടപ്പെടുന്നവർ കാണുമല്ലോ. എല്ലാവർക്കും ഒത്തിരി ഹെവി ആയിട്ടുള്ളത് ചിലപ്പം വേണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെയും കുറച്ച് ചെയ്യാം, ഹെവി ആയിട്ടുള്ളതും കുറച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണ് ഞാനിതിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇത് ചെയ്ത് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, നല്ല ഭംഗിയാണ്.
അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പല ഹെയർ ബോസിനും ചിലപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അത്രയും ഭംഗി കാണത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫോം ഫ്ലവർ എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, ഹൈ ക്വാളിറ്റിയാണ്. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത് എൻ്റെ വീഡിയോസിൽ. അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും മൈ വേൾഡിനില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോളൻസ് ബാക്കിയുള്ളതും കൂടെ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവിടേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലവർ വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇത് പെട്ടെന്ന് സ്റ്റിക്ക് ആവത്തില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഗ്ലൂ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മളിത് ഏതിലാണോ സ്റ്റിക്ക് ചെയ്യുന്നത് അതിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ദിവസം ഫുള്ളും അങ്ങ് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നെങ്കിൽ പാക്ക് ചെയ്ത് വെക്കാം നമുക്ക് സെയിലിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു ദിവസമാണ് ഏറ്റവും കുറഞ്ഞത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. നമ്മൾ ഈ ഗ്ലൂ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നത് നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നവരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതൊന്ന് സ്റ്റിക്ക് ആവട്ടെ. ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ച ഒരു ബഞ്ചുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. നമുക്കതെങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് റെഡ് കോംബോ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. അത് ഒരു ഹെയർ ബാൻഡിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തത്, ഇതുപോലെ ഒരു റെഡ് കളറിൽ. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് ക്രിസ്മസ് തീമിന് ഉപയോഗിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് തീമിന് എന്തായാലും ഞാനിത് ചെയ്യുമെന്ന് ഇത് ചെയ്തപ്പോൾ ഞാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാനെന്ന്. അപ്പോൾ നമുക്കിതുപോലെ ഞാൻ ക്യാൻവാസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ക്യാൻവാസാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ ക്യാൻവാസ് ഒരു പീസ് അടിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. അതെല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇളകി പോരാതിരിക്കേണ്ടതിന് നമ്മൾ ഇച്ചിരി ഗ്ലൂ ഒക്കെ നന്നായിട്ട് തേച്ച് അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് ചേർത്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുന്നതിന് മുൻപ് കവറിലൊക്കെ ഇട്ട് പാക്ക് ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ തന്നെ ഒരു റെസ്റ്റ് ചെയ്യാൻ നമ്മൾ വെക്കുക സുരക്ഷിതമായിട്ട്. അതിനുശേഷം നമുക്ക് എടുത്ത് പാക്ക് ചെയ്യുകയോ ആർക്കെങ്കിലും സെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ, ഇത് നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ വെക്കാൻ പോകുന്നത് ഈ അലിഗേറ്ററിലാണ്. ഈ അലിഗേറ്റർ വന്നിട്ട് 9.9 സെൻറ്റിമീറ്ററാണ് കേട്ടോ, വലിയ അലിഗേറ്ററാണ്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 5.5 സെൻറ്റിമീറ്റർ വരെ ആയിരുന്നു. ഇപ്പോൾ നമുക്കിത് പുതിയ സ്റ്റോക്കാണ്, പുതിയ അലിഗേറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം ചെയ്യാനല്ല കേട്ടോ, റിബണൊക്കെ കൊണ്ടുള്ള ഹെയർ ബോ ചെയ്യാനാണ് ഈ അലിഗേറ്റർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചപ്പോഴത്തേക്ക് ഇതിലും നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ മുതിർന്ന ആൾക്കാർക്ക് വെക്കാൻ പറ്റും, ടീനേജുകാർക്ക് വെക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു മോഡലാണ് കേട്ടോ ഈ അലിഗേറ്ററിൽ വരുന്നത്. ഇത് ചെറിയ പിള്ളേർക്കല്ല കേട്ടോ ഈ വലിയ അലിഗേറ്റർ വരുന്നത്. ചെറിയ കുട്ടികൾക്കും വയ്ക്കാം, ഇച്ചിരി ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ വയ്ക്കാം. അല്ല നമുക്ക് വലിയ മുതിർന്ന ആൾക്കാർക്കും വെക്കാൻ പറ്റും, മുതിർന്ന ലേഡീസിനൊക്കെ വെക്കാൻ പറ്റും, ടീനേജുകാർക്ക് വെക്കാൻ പറ്റും, ഏത് പ്രായക്കാർക്കും വെക്കാൻ പറ്റിയ അലിഗേറ്ററാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഓണ തീമിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്തത്, ഓണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓണമൊക്കെ പൂക്കളുടെ ഒരു ഉത്സവമല്ലേ, അപ്പോൾ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഈ ഓണ സമയത്തൊക്കെ ഇങ്ങനത്തെ ഹെയർ ബോയൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുത്തതായിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത് നമ്മൾ സെൻറ്റർ ക്ലിപ്പിലാണ്. അതിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് എടുത്താൽ മതി, ക്യാൻവാസ്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ക്യാൻവാസ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക.
നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കാനോ കസ്റ്റമേഴ്സിന് കൊടുക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഗ്ലൂ ഇച്ചിരി കൂടുതൽ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്നത് ഇളകിപ്പോയെന്നൊരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഹെയർ ബോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇച്ചിരി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സ്റ്റിക്കായി കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ഇളകി പോരത്തില്ല കേട്ടോ. നമ്മൾ വലിച്ചു പിടിച്ചാലും പെട്ടെന്ന് അങ്ങ് മൊത്തത്തിലൊന്നും ഇളകി വരത്തില്ല. അപ്പോൾ അത്രയും നല്ല ഇതായിട്ടിരിക്കും. കാരണം ഇതുപോലത്തെ ഹെയർ ബോസൊക്കെ നമ്മൾ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ വേണ്ടിയല്ലേ കൂടുതലും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ തലേന്ന് എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഗ്ലൂ ഒക്കെ കൂടുതൽ അപ്ലൈ ചെയ്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇത് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ടൈപ്പിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹെയർ ബാൻഡിൽ, പിന്നെ ഒന്ന് വലിയ അലിഗേറ്ററിൽ, പിന്നെ സെൻറ്റർ ക്ലിപ്പിൽ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ബഞ്ചും കൂടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കിനി ഇതുപോലെ ഓരോന്നിലും സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ തന്നെ ഒരുപക്ഷെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ബഞ്ച് ഫ്ലവർ വാങ്ങിച്ചാൽ ഇതുപോലത്തെ 2 എണ്ണം ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബഞ്ച് പോളൻസും ഒരു ബഞ്ച് ഫോം ഫ്ലവറും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ 2 എണ്ണം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, 6 എണ്ണം വീതം. അപ്പോൾ ഞാനിവിടെ 3 മോഡൽസാണ് ചെയ്തെടുത്തത്. ഒന്ന് നമ്മുടെ സെൻറ്റർ ക്ലിപ്പിൽ, രണ്ടാമത് അലിഗേറ്ററിൽ, മൂന്നാമത് ഹെയർ ബാൻഡിൽ. അപ്പോൾ എല്ലാവരും ഈ ഹെയർ ബോ ഒന്ന് ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.